Thank you, friends, for joining in this live. Thank you for watching. ഇന്ന് പതിവിലും അല്പം സമയം നേരത്തെയാണ് ലൈവ് ആരംഭിച്ചത്. നമ്മൾ ദൈവമാതാവിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. എന്താണ് ദൈവമാതാവിൻ്റെ പ്രസക്തി എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവമാതാവിൻ്റെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം യഥാർത്ഥ സഭയെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. ലോകത്ത് അനേക ക്രിസ്തീയ സഭാ വിഭാഗങ്ങളുണ്ട്. നമുക്കൊക്കെ ആഗ്രഹം തോന്നും, അത് സ്വാഭാവികമാണ്, ഏതാണ് യഥാർത്ഥ ക്രിസ്തീയ സഭ? ഒരു പഠിതാവെന്ന നിലയിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആ കാര്യത്തിൽ താല്പര്യം വന്നിരുന്നു. എൻ്റെ വിശ്വാസ പ്രയാണം ആരംഭിക്കുമ്പോൾ പെന്തക്കോസ്തൽ സഭയാണ് ഏറ്റവും കൃത്യമായിട്ട് ഉള്ള സഭയെന്ന് ഞാൻ ചിന്തിച്ചു, അഥവാ ഞാൻ തെറ്റിദ്ധരിച്ചു. ഇന്നും അതേ തെറ്റിദ്ധാരണയിലുള്ള ധാരാളം പെന്തക്കോസ്തുകാരും നിഷ്കളങ്കരാണ്. അവര് ആത്മാർത്ഥമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നവർ. അതുപോലെ മാർത്തോമായിലും യാക്കോബായിലും ഒക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈവൻ ചില വൈദികർ പോലും അങ്ങനെ വിശ്വസിക്കുന്നു. യഥാർത്ഥ സഭ ഏതാണ്? അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ യഥാർത്ഥ സഭയെ കണ്ടെത്തുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ള ഒരു വ്യാജം ഇവർ പ്രചരിപ്പിക്കും. ഈ സഭകളിലുള്ളവരെല്ലാം തന്നെ പറയും, കാക്കത്തുള്ള 1000 സഭയുണ്ട്, അല്ലെങ്കിൽ 30,000 സഭയുണ്ട്, ഇതൊന്നും മാത്രം സഭയുണ്ട്, അപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട്, ഇതൊന്നും. പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഇത്രയും ബുദ്ധിവിശേഷമൊക്കെ ഉള്ള മനുഷ്യരാണ്. നമുക്ക് എന്തുകൊണ്ടത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് അസാധ്യമാണെന്ന് പറയാൻ? അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇത് അസാധ്യമാണ്? എന്തോ അസാധ്യമൊന്നും. പക്ഷെ ഞാൻ സഭയുടെ ചരിത്രവും ദൈവശാസ്ത്രവും ഒരുമിച്ച് പഠിച്ചപ്പോ യഥാർത്ഥ സഭ ഏതാണെന്ന് പകലുപോലെ വ്യക്തമാണ്. അത് യഥാർത്ഥ സഭ ഏതാണെന്ന് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാനും പറ്റും. എന്തുകൊണ്ടെന്നിട്ട് ദൈവശാസ്ത്രജ്ഞന്മാർ ഇത് പറയാൻ വിമുഖത കാണിക്കുന്നു? അവരുടെ അഫിലിയേഷൻ നിമിത്തം. അവരേതെങ്കിലുമൊക്കെ ചർച്ചിൽ അഫിലിയേറ്റഡ് ആയിരിക്കും. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്നാൽ യഥാർത്ഥ സഭയിലുള്ള ആളുകൾ, യഥാർത്ഥ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ, അവരും ഇത് പ്രഘോഷിക്കുന്നില്ല. അതെന്തിനാണ്? അത് എക്യൂമെനിസത്തിന്റെ ഒരു സെന്റിമെന്റ്സ് ആണ്. നാളെ അവിടെ ഒരു ഊണ് കിട്ടിയാലോ എന്ന് വിചാരിച്ചുണ്ടായിരിക്കുകയാണ്. ഇപ്പൊ എന്തിനാ വെറുതെ നമ്മൾ വഴക്കുണ്ടാക്കുന്നത്? ഇത് വഴക്കുണ്ടാക്കാനല്ല, വസ്തുതകളെ വിശദമാക്കുക. നമുക്ക് മറ്റ് സഭകളും ഇതര സഹോദര സഭകളും ഒക്കെ ആയിട്ട് സ്നേഹം, സഹകരണം, സാഹോദര്യം, സമാധാനം, സഹവർത്തിത്വം ഇതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ സത്യത്തെ സത്യമായി പറയണം. ഏതാണ് യഥാർത്ഥ ക്രിസ്തീയ സഭ? യഥാർത്ഥ ക്രിസ്തീയ സഭ യേശു കർത്താവ് ചോദിച്ചൊരു ചോദ്യത്തിലാണ് നമുക്ക് ആ സഭയെ കണ്ടെത്താൻ കഴിയും. യേശു കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? Who is this Christ? Who is this Christ? Who is this Christ for you?
എന്നുള്ളതല്ല. അപ്പൊ നമുക്ക് കേൾക്കാം, അവനെന്റെ രക്ഷകനാണ്, അവനെന്റെ ആവേശമാണ്, അവനെന്റെ ആശയാണ്, അവനെന്റെ പ്രതീക്ഷയാണ്, അവനെന്റെ അതാണ്, അവനെന്റെ ഓക്സിജൻ ആണ്, അവനെന്റെ ഹൈഡ്രജൻ ആണ് എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് നമുക്ക് കാണാം. ഇതൊന്നും അല്ലല്ലോ ചോദിച്ചത്. ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? അവനെന്റെ ഓർക്കിഡ് പൂവാണ്, അവനെന്റെ വാനില ഐസ്ക്രീം ആണ് എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിക്കോട്ടെ, നീ അത് വാനില ഐസ്ക്രീമോ ഈ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുമ്പിള്ള നിന്ന് പാടുന്ന കണ്ടു യൂട്യൂബിൽ, യേശുവേ നീ എന്റെ ആവേശമാണ്, ഓമനയാണ്, നിന്റെ മുഖത്തറ സുന്ദരമാണ് ആളുകൾ ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പാടാം, അതൊന്നും കുഴപ്പമില്ല. യേശു ചോദിച്ചത് നാട്ടുകാരൊക്കെ എന്താ പറയുന്നടേ? പല അഭിപ്രായങ്ങളുണ്ട്, നാട്ടിൽ പല അഭിപ്രായങ്ങളുണ്ട്. യേശു ഭൂമിയിലുള്ളപ്പോൾ തന്നെ നാട്ടിൽ പല അഭിപ്രായങ്ങൾ. ഇപ്പൊ കർത്താവിനെ പറ്റിയുള്ള പല അഭിപ്രായങ്ങളിലാണ് ഈ പല സഭകൾ രൂപപ്പെട്ടത്. ഈ പെന്തക്കോസ്തൽ സഭകളിലെ പെട്ടിക്കട വിഭാഗങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് വ്യക്തിപരമാണ്. സൂസമ ഒരു സഭ വെച്ചു, സൂസമ സഭ വെച്ചപ്പം അതിനൊപ്പിച്ച് ഇപ്പുറത്ത് തങ്കമ്മ വെച്ചു, തങ്കമ്മ വെച്ചപ്പോൾ അപ്പുറത്ത് രായപ്പനാശാരി വെച്ചു, രായപ്പനാശാരി വെച്ചപ്പം അപ്പുറത്ത് ഷമീർ വെച്ചു, ഷമീർ വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ചെല്ലപ്പം വെച്ചു, ചെല്ലപ്പം വെച്ചപ്പോൾ അപ്പുറം ഗോപാലകൃഷ്ണൻ വെച്ചു, ഗോപാലകൃഷ്ണൻ വെച്ചപ്പോൾ ഇപ്പുറത്തെ യോഹന്നാൻ വെച്ചു, യോഹന്നാൻ വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ചെറിയാൻ വെച്ചു, ചെറിയാൻ വെച്ച് കഴിഞ്ഞപ്പം ഇപ്പുറത്ത് ജോസ് വെച്ചു. ഇങ്ങനെ പലരും വെച്ചു. അതില് ആശയപരമായിട്ടുള്ള വ്യത്യാസമൊന്നും, ആമാശയപരമായ ഒരാവേശം മാത്രമേ ഉള്ളൂ. മറ്റ് അടിസ്ഥാനപരമായി ദൈവശാസ്ത്രപരമായിട്ടുള്ള ഭിന്നതകളൊന്നുമല്ല. ഞാൻ പ്രധാനപ്പെട്ട ക്രിസ്തീയ സഭകളെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഈ സെക്ടേറിയനിസത്തിൽ വന്നിരിക്കുന്ന അങ്ങനത്തെയുള്ള കലവിലകളല്ല. അപ്പൊ യഥാർത്ഥ ക്രിസ്തീയ സഭകൾ പിരിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം യേശു ആരാണ്. അതാണ് യേശു ചോദിച്ചത്, ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഫിലിപ്പിന്റെ കേസറിയായിൽ വെച്ച് പത്രോസ് ലീഹ മുൻപോട്ട് നിന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ക്രിസ്റ്റോളജി ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഡെവലപ്പ് ചെയ്യുന്ന ആ ക്രിസ്റ്റോളജിയിലാണ് ഈ സഭകൾ പിരിഞ്ഞത്. അപ്പൊ നമ്മുടെ ക്രിസ്തു ദൈവശാസ്ത്രം അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാനീയം, അവിടെയാണ് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് ഏത് സഭയാണ് ശരിയായ സഭ. അതാണ് നമ്മൾ ഇന്നലെ നമ്മളൊന്ന് തൊട്ടുപോയി. ഓരോ ദൈവശാസ്ത്ര ബ്രാഞ്ചും എങ്ങനെയാണ് കൃത്യമാകുന്നത്. ക്രിസ്റ്റോളജിയിൽ നിന്ന് വേർപെട്ട് ഒരു മെരിയോളജി നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം നമ്മുടെ ക്രിസ്റ്റോളജി തന്നെ മേരിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ പരിശുദ്ധ മറിയം ഇല്ലാതെ ഒരു ക്രിസ്റ്റോളജി ഇല്ല. അതാണ് ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. ആ ചോദ്യങ്ങളാണ് നൂറ്റാണ്ടുകളായി ചോദിക്കപ്പെട്ടത്. ആ ചോദ്യത്തിലാണ് അനേകർ ഇടറിപ്പോയത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. Now this is your turn. You can answer in your mind. Who is Jesus Christ? നിങ്ങൾക്ക് നിങ്ങളുടെ പെന്തക്കോസ്ത് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. നിങ്ങൾ ഈ നിലവാരം കുറഞ്ഞ ചർച്ചകളിലേക്ക് പോകാതെ നിങ്ങൾ അവരോട് ചോദിക്കുക, ആട്ടെ യേശു കർത്താവ് ആരാണ്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മറ്റൊരു യേശു ഉണ്ട്. അതിനുള്ള പോസിബിലിറ്റി അപ്പോസ്തലനായ പൗലൂസ് കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യേശു ആരാണ് വ്യക്തമായി കൃത്യമായി നിർവചിക്കുകയാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭ നിർവചിക്കുമ്പം യേശു പീതൃസുതനേ, അവിടെ നിർത്തുകയല്ല, അടുത്തത് യേശു മറിയ സുതാ. കണ്ടോ? അപ്പൊ യേശു പിതൃസുതനേ, യേശു മറിയ സുതാ. ഇതാണ് നമ്മുടെ വിശ്വാസം. ദൈവത്വവും മനുഷ്യത്വവും അവനിൽ സമഞ്ജസമായി സമ്മേളിച്ചു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ.
ഈ വിശ്വാസത്തെ, ഈ സത്യവിശ്വാസത്തെ എതിർക്കാൻ ധാരാളം ഹെരസികൾ രൂപപ്പെട്ടു. പല വേർഷൻസ് കൊണ്ടുവന്നു. ഒരു വേർഷനും വിജയിച്ചില്ല. പല പല ഉപദേശങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെയാകാം, ഇങ്ങനെയാകാം. സംശയം കൂടാതെ നമ്മുടെ പിതാക്കന്മാർ ഉറപ്പിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ വചനം മറിയാമിൽ ജഡമായി തീർന്നു. അതുകൊണ്ട് നമ്മൾ നിത്യപ്രാർത്ഥനയിൽ ചൊല്ലുന്ന ഒരു കോലോയ്ക്കകത്ത് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, കന്യക അത്ഭുതമായവനെ പ്രസവിച്ചിരിക്കുന്നു, വരുവീൻ നമുക്ക് പോകാം, കീറ്റുശീലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന തലമുറകൾക്ക് മുമ്പുള്ളവനെ നമുക്ക് സന്ദർശിക്കാം. വളരെ മുമ്പുള്ള പൂർവികനെ കന്യക പ്രസവിച്ചു, പർവ്വതങ്ങളെ താങ്ങി നിർത്തുന്ന ബലവാനെ ബാലിക ആഘോഷിക്കുന്നു. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവൻ ശിശുവിനെ പോലെ പാൽ കുടിക്കുന്നു. ആരംഭമില്ലാത്ത പുത്രൻ തിരുവിഷ്ടം തോന്നി ആരംഭമുള്ളവനായി തീർന്നു. അവസാനമില്ലാത്തവൻ ജനനത്തിനായി എഴുന്നള്ളി വന്നു. ദാവീദിന്റെ പുത്രിയായ പരിശുദ്ധ കന്യക മറിയാമിനെ പൂർവനീതിമാന്മാർ മോഹനീയവും സുന്ദരവുമായ പേരുകൾ വിളിച്ചു. പ്രവാസപുത്രനായ ഹസ്കിയേൽ അവളെ അടയ്ക്കപ്പെട്ട വാതിലെന്ന് വിളിച്ചു. സ്ലേമോൻ അവളെ സംരക്ഷിത തോട്ടമെന്നും മുദ്രിത ഉറവയെന്നും ദാവീദ് അവളെ കീർത്തിപ്പെട്ട പട്ടണമെന്നും പേർ വിളിച്ചു. മശിഹ അവളിൽ നിന്നും വിത്തുകൂടാതെ മുളച്ച ചെടിയും ജാതികൾക്ക് ഭക്ഷണവുമായി തീർന്നവനുമാകുന്നു. അവളുടെ ഓർമ്മ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രഖ്യാപനം, തലമുറകൾക്ക് മുമ്പുള്ളവനെ കന്യക പ്രസവിച്ചു, പർവ്വതങ്ങളെ താങ്ങി നിർത്തുന്നവനെ, ബലവാനായവനെ ബാലിക ആഘോഷിക്കുന്നു. ആംഗ്യത്താൽ ആകാശത്തെ നിയന്ത്രിക്കുന്നവൻ അവളുടെ മടിയിൽ അടങ്ങിക്കിടന്നു. ആണ് സത്യവിശ്വാസം. ഉറപ്പില്ല. ഏറെക്കുറെ എന്ന് പറഞ്ഞതുപോലെ സത്യവിശ്വാസത്തോട് അടുത്ത് സഞ്ചരിക്കുന്നവരുണ്ട്, സമാന്തര രേഖകളിൽ അടുത്ത് സഞ്ചരിക്കുന്നവരുണ്ട്. റെയിൽപാളങ്ങളെ കണ്ടിട്ടില്ലേ? അവരൊരുമിച്ച് ഇങ്ങനെ കണ്ണിൽ കണ്ണി നോക്കി ഇങ്ങനെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലും ഒരിക്കലും ഒന്നു ചേരുന്നില്ല. അതുപോലെ നമുക്ക് സമാന്തരമായിട്ട് സത്യത്തിന്റെ സമാന്തര പാതയിലൂടെ വളരെ അടുത്ത് സഞ്ചരിക്കുന്നവരുണ്ട്. പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ കന്യക പ്രസവിച്ചവനും ദൈവമാണ്, കുരിശിൽ മരിച്ചവനും ദൈവമാണ്. ഈ വിശ്വാസം ഹോൾഡ് ചെയ്യുന്ന അതാണ് സത്യവിശ്വാസം. ബാക്കിയുള്ളവര് പറയുന്ന ഏകദേശം, കാരണം ഈ സത്യത്തിന്റെ പ്രഭയുടെ തീഷ്ണത നിമിത്തം അതിനെ പൂർണ്ണമായി നിരാകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഏറെക്കുറെ അക്സെപ്റ്റ് ചെയ്തവരുണ്ട്. ഏറെക്കുറെ അത് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് ബാവായും അലക്സാണ്ട്രിയയിലെ കൂറിലോസ് ബാവായും സിറിൽ ഓഫ് അലക്സാണ്ട്രിയ, ഇപ്പം ഈ സിറിൽ ഓഫ് അലക്സാണ്ട്രിയയാണ് നമ്മുടെ തുബ്ദനിൽ കൂറിലോസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ച ഉന്നത ഗോപുരമായി നമ്മുടെ മാർ കൂറിലോസ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ട്രിയയിൽ സിറിൽ. അദ്ദേഹമാണ് എഫേസോസ് സുന്നോദോസിലെ ഹീറോ ആയിട്ട് നിന്നത്. നിക്കിയ സുന്നോദോസിൽ ഹീറോ ആയിട്ടാണ് അത്തനാസിയോസ് ബാവ നിന്നത്. അപ്പൊ ഈ അത്തനാസിയോസ് ബാവ പറഞ്ഞ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനും അലക്സാണ്ട്രിയയിലെ സിറിൽ ബാവ പറഞ്ഞിരിക്കുന്ന മിയാഫൈസിറ്റിസവും ഒരേപോലെ ഹോൾഡ് ചെയ്യുന്ന സഭ ഏതാണ്? ഈ പിതാക്കന്മാരെ ഇവരെല്ലാം അംഗീകരിക്കും, നിരാകരിക്കാൻ പറ്റുന്നില്ല.
യേശു കർത്താവ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. അതുപോലെയാണ് അത്തനേഷ്യസിനെ അംഗീകരിക്കും, ഈ കുറിലോസിനെ അംഗീകരിക്കും, ദേ ആർ ഡോക്ടേഴ്സ് ഓഫ് അവർ ചർച്ച് എന്ന് പറയും. പക്ഷേ അവർ പഠിപ്പിച്ച സത്യവിശ്വാസം അല്ല, അല്പം വേരിയൻസ്, ഒരു വ്യത്യസ്തമായ അല്പം ഭേദഗതികളോടുകൂടിയാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഭേദഗതി കൂടാതെ വിശ്വസിക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കണം? അപ്പൊ ഈ രണ്ട് പിതാക്കന്മാരുടെയും ടീച്ചിങ്സ്, ഈ അഥാനാസിയസിന്റെയും ഈ കുറിലോസിന്റെയും ടീച്ചിങ്സിനെ ഒരുമിച്ച് വെച്ചാൽ അത് എങ്ങനെ സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്തിട്ട് അത് പറയുവാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് ആയിരുന്ന സേവറിയോസ് പിതാവ് പറഞ്ഞു. എന്താണത്? മറിയം സംശയം കൂടാതെ ദൈവമാതാവ്. അതൊരു വൈകാരിക പ്രസ്താവനയല്ല, അതൊരു ദൈവശാസ്ത്ര പ്രഖ്യാപനമാണ്. അതായത് മുഴുവൻ ദൈവശാസ്ത്രത്തെയും, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, അതിന്റെ ആധാരം ഈ പ്രഖ്യാപനമാണ്. അല്ല, ഇത് നമുക്ക് ഒരു ഉദിഷ്ട കാര്യത്തിൽ നമ്മൾ 10 കോഴിക്കുഞ്ഞിനെ വിരിച്ചിറക്കി, ദൈവം തമ്പുരാനെ 10 പരുന്തിന്റെയും പ്രാവിന്റെ അല്ല പരുന്തിന്റെയും പിന്നെ പുള്ളിന്റെയും കയ്യിൽ പോകാതെ കിട്ടണേ, എന്റെ അമ്മയെ ഞാൻ ഒരു കോഴിമുട്ട പള്ളി വെച്ചേക്കാം. ഇതല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും ഇതിനു വേണ്ടിയാണ്. ഇപ്പം അഥാനാസിയോസ് കോഴിയെ വിരിയിക്കുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കോഴിക്കുഞ്ഞിനെ പുള്ളു പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി മറിയം സംശയം കൂടാതെ മാതാവുന്നത്. അതല്ല. കാരണം അത് ആ തരത്തിലേക്ക് അതപ്പതിച്ചു പോയതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്ഥാനം ദൈവശാസ്ത്രപരമാണ്. അപ്പൊ അഥാനാസിയോസ് തിരുമേനി ഇത് പറഞ്ഞതിന്റെ കാരണം സാധാരണക്കാരന് മനസ്സിലാകുന്ന വ്യവഹാര ഭാഷയിലേക്ക് അതിസങ്കീർണമായിരിക്കുന്ന ദൈവശാസ്ത്ര സത്യത്തെ പരാവർത്തനം ചെയ്തിട്ട് പറയുകയാണ്, മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. ഒറ്റ പ്രസ്താവന മതി, മുഴുവൻ തിയോളജിയും ഫിറ്റ് ആകുകയാണ്. ഹൂ ഈസ് ക്രൈസ്റ്റ്? ആരാണ് യേശു? നിങ്ങൾക്കറിയാവും, ഈ പെന്തക്കോസ്തുകാർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവര് ക്രിസ്തുമസ് ആഘോഷിക്കാത്തതിന്റെ കാരണം അതാണ്. ദേ ഡോണ്ട് ബിലീവ്, ദേ ക്യാൻ ബിലീവ്. നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന്റെ കാരണവും അതാണ്, ഇൻകാർണേഷൻ. വചനം ജഡമായി തീർന്നു, വചനം മാംസമായി തീർന്നു, വചനം മാംസമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞു, നമ്മുടെ ഇടയിൽ പാർത്തു. ഹി ടാബർനാക്കിൾഡ് among us. ഈ വിശ്വാസമാണ്. എങ്ങനെ? അവന്റെ മനുഷ്യത്വം എവിടെ നിന്ന് കിട്ടി? ഇന്നലെ പെന്തക്കോസ്തിന്റെ ഒരു പോരാളി, ഒരു ട്രോജൻ കുതിര ഗ്ലോറിയസ് ദർബാറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോറിയസ് ദർബാറിൽ ആർക്ക് വേണേലും വരാം, എപ്പം വേണേലും വരാം. നിങ്ങൾക്ക് സംസാരിക്കുവോ, സംശയം പറയുവോ, തർക്കിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അവിടെ എപ്പോഴും ആളുണ്ട്. അപ്പൊ ഇന്ന് ഈ ആള് ഇവിടെ വന്നു, ഗ്ലോറിയസ് ദർബാറിൽ വന്ന് മറിയം ദൈവമാതാവാണെന്ന് ഞാൻ പറഞ്ഞ ലൈവ് കേട്ടിട്ട് പുള്ളിക്ക് അങ്ങ് പ്രകോപനമായി. പുള്ളി വന്ന് അങ്ങ് ഒബ്ജക്ഷൻസ്. അപ്പൊ അവിടെ ജനിച്ചപ്പം മുതൽ പെന്തക്കോസ്റ്റിലായിരുന്ന ഒരാളുണ്ട്, ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവറാണ്. അദ്ദേഹം ജനിച്ചപ്പോഴേ പെന്തക്കോസ്റ്റാണ്, 3 തലമുറയായിട്ട് പെന്തക്കോസ്റ്റിൽ. പക്ഷെ ഇപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ കേട്ട് കണ്ണു തുറന്ന് മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങേരെ അവിടെ ഇരുന്നിട്ട് ഈ പുള്ളിയോട് ചോദിച്ചു, ഒരു ചോദ്യമുണ്ട്, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എവിടെ നിന്നാണ്? പുള്ളി ഉത്തരം. പുള്ളി പറയുന്ന ആദാമിൽ നിന്നാണ്. ആദാമിൽ എല്ലാവരും മരിക്കുകയാണ്, ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുകയാണ്. അപ്പൊ ആദാമിൽ നിന്നാണോ മനുഷ്യത്വം? ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ക്രിസ്തുവിന്റെ മനുഷ്യത്വം പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ക്രിസ്തുവിൽ മനുഷ്യത്വവും ദൈവത്വവും സമഞ്ജസമായി ഭേദം കൂടാതെ സമ്മേളിച്ചു. വിത്തൗട്ട് മിക്സർ, വിത്തൗട്ട് ഡിവിഷൻ, വിത്തൗട്ട് കൺഫ്യൂഷൻ.
വിതൗട്ട് ചേഞ്ച്. ഈ ദൈവത്വവും മനുഷ്യത്വവും അവനിൽ ഒന്നിച്ചു. ഒരു പേഴ്സൺ, ഒരു നേച്ചർ, ആ നേച്ചർ ദൈവത്വവും മനുഷ്യത്വവും ഉള്ളത്. നോ കൺഫ്യൂഷൻ. അതാണ് സത്യവിശ്വാസം. അപ്പൊ ആ മകനെയാണ് പരിശുദ്ധ അമ്മ പ്രസവിച്ചത്. ആ മകനാണ് പരിശുദ്ധ അമ്മ താരാട്ട് പാടിയത്, താലോലിച്ചത്, മുലപ്പാൽ കൊടുത്തത്, മടിയിൽ വെച്ച് ലാളിച്ചത്. ഇതാണ് സത്യവിശ്വാസം. ഇതാണ് നമ്മുടെ സഭ പ്രഘോഷിക്കുന്നത്. ഇതാണ് അത്ഭുതം. ഇതാണ് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കുന്നത്. ആ പ്രോഫറ്റിക് അട്ടറൻസ് വന്നത് കൊണ്ടാണ്. ഇതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് മുഴുവൻ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് മുഴുവൻ, നമ്മുടെ കോലോകളിലാണെങ്കിലും കുക്കിലിയോകളിലാണെങ്കിലും ഇനി കോയോയുടെ ഇതിനകത്താണെങ്കിൽ ഒക്കെ ധാരാളം സ്ഥലങ്ങളിൽ നമ്മുടെ ഈ സദറാകളിൽ കാണാം. ഇവരെ എല്ലാ പ്രാർത്ഥനകളിലും കന്യകയായ മറിയമേ, കന്യകയായ, ഇതിങ്ങനെ സ്ഥിരം എല്ലായിടത്തും കാണാൻ പറ്റും. ലോകത്ത് വേറൊരു ക്രിസ്തീയ സഭയ്ക്കും ഇങ്ങനെ ഒരു പാരമ്പര്യമില്ല. എന്നോട് പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. ദൈവശാസ്ത്രത്തിൽ ഇതുപോലെ ദൈവമാതാവ് ഇഴപിരിഞ്ഞു നിൽക്കുന്ന ഒരൊറ്റ സഭയില്ല. ഇതൊക്കെ നിങ്ങൾ ചുമ്മാ പറയുന്ന, ഇതൊക്കെ പഠിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടോ, അയ്യോ 900 സഭയുണ്ട്, 35,000 വിഭാഗമുണ്ട്, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇതെല്ലാം പഠിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ വല്ല നടക്കുന്ന കാര്യമാണ്. ഒരു പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ ഈ ഒരു ദർശനം നമ്മുടെ സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്കും ഉണ്ട് എന്ന് ചില സഭക്കാര് പറയും. ഇപ്പൊ എന്നോട് ചിലരും ഒബ്ജക്ഷൻ കൊണ്ടൊന്ന് പിണങ്ങി പരാതിയൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ എന്നെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം എന്നാ നിങ്ങൾക്കറിയോ? ഉദാഹരണം പറയാ പുള്ളി. ഉദാഹരണം പറഞ്ഞ് അങ്ങനെ ഉദാഹരണം പറഞ്ഞിട്ട് കാര്യം പറയാൻ, ഞാനൊരു നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട് ഉദാഹരണങ്ങൾ പറയാൻ എനിക്കറിയത്തുള്ളൂ. ഞാനിങ്ങനെ ചുറ്റും നോക്കുക. അപ്പൊ ഇപ്പൊ എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ പേരൊക്കെയുണ്ട്. ഇവിടെ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ കൊടുത്തു. ഇന്നിപ്പോ ആരിലും വന്നാൽ 2-3 കിലോ തരാം. കാരണം നമ്മുടെ ശുചിത്തിനും ജോജിക്കും ഒക്കെ കൊടുത്തു. 4 പേരെ നിറച്ചിങ്ങനെ കാഴ്ച. അപ്പൊ പേരയ്ക്ക, ഇപ്പൊ പേരയ്ക്ക നിങ്ങളുണ്ടല്ലോ ഇങ്ങനെ. എന്റെ കൊച്ചൊരു പേരയ്ക്കാന്ന് വെച്ചാൽ അവള് ഇതിനകത്തെല്ലാം സീഡാണല്ലോ. അവൾ സീഡാണ്, നിറച്ചിങ്ങനെ സീഡുണ്ട്. അപ്പൊ ഈ പേരയ്ക്കകത്ത് ഈ സീഡ് ഇരിക്കുന്നത് പോലെയാണ് സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധ കന്യകാമറിയം ഇരിക്കുന്നത്. മറ്റവർക്കും കന്യാമറിയം ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ കശുമാങ്ങയുടെ താഴെ ഫിറ്റ് ചെയ്ത് വെച്ച സീഡ് ഇരിപ്പില്ലേ? കശുമാങ്ങ കണ്ടിട്ടില്ലേ? കശുമാങ്ങയുടെ കീഴെ തൂങ്ങി കിടക്കത്തില്ല, അതുപോലെയാ. ഇതാ വ്യത്യാസം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ട്. അപ്പൊ സത്യസഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ശമോനൗര ചെയ്തു ജീവനുള്ള ദൈവ പുത്രനായി നിന്നെ ഞാൻ കാണുന്നു. നീയാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം? എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നിങ്ങൾ വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകകൊണ്ട് അവനും അവരെ പോലെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി തീർന്നു. അവരെ പോലെ ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ. ഭേദമതെന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ മൃതിയാലിവർ തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ. നമ്മൾ ഈ
പരിപാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനെഴും റുകുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. വിശുദ്ധ കുർബാന ആരംഭിക്കുക ദൈവശാസ്ത്രപരമായി കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് ആരാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ സേവേറിയോസ് പാത്രിർക്കീസിന്റെ മാനീസോ ചൊല്ലുന്നത്. എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കൺഫ്യൂഷൻ, ഒരു കൺഫ്യൂഷനും ഇല്ല. അതിനാണ് ഈ ധൂപം അർപ്പിക്കുന്നത്. ധൂപം വീശുക എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആകുകയാണ്. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ശരീരിയായി തീർന്നു. ആ യേശു ഇപ്പൊ എന്ത് ചെയ്യുന്നു? റൂക്കുദിശ സഹിതം വന്നിതനെ സ്വപിതാവോടൊപ്പം ജീവനും റൂക്കുദിശ സഹിതം വന്നിതനാണ്. പിതാവിനോടൊപ്പം റൂഹായോടൊപ്പം വന്നിതനും സ്തുതിക്കപ്പെട്ടവനുമായി മറിയത്തിന്റെ പുത്രൻ നിൽക്കുന്നു എന്നുള്ള വിശ്വാസം പ്രഖ്യാപിക്കും. ചില ബുദ്ധിമുട്ട് ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ്, ക്രിസ്തീയ വിഭാഗം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ പേരിൽ ഇങ്ങനെ ഉണ്ടമ്പരി കഴിക്കാൻ വേണ്ടി നടക്കുന്ന ബാക്കി ആളുകൾ സ്വല്പം കഷായിക്കും ഈ സത്യവിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ. ഇതാണ് സത്യവിശ്വാസം. എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. പറ്റുമോ? വിശ്വാസം ഏറ്റുപറയാൻ പറ്റുമോ? ഇതുണ്ടോ വിശ്വാസം? ഉണ്ടോ? മാർത്തോമക്കാർക്കുണ്ടോ വിശ്വാസം? ഉണ്ടോ? എന്നെ കേൾക്കുന്ന മാർത്തോമക്കാർ നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾക്കുണ്ടോ? ഇതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഡു യു ബിലീവ് ഇറ്റ്? ക്യാൻ യു ബിലീവ് ഇറ്റ്? ഇതാണ് നമുക്ക് യേശു കർത്താവിൽ നിന്ന് ലഭിച്ച വിശ്വാസബോധ്യം. സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പത്രോസ്ലീഹായെ പ്രശംസിച്ചു പറഞ്ഞ് യേശു കർത്താവ് പറഞ്ഞ ആ സത്യവിശ്വാസം ഏറ്റെടുത്ത ആ പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസം, ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം. ബാക്കിയൊക്കെ ഏറെക്കുറെ എന്തൊക്കെയോ പറയുന്നു, പുലമ്പുന്നു എന്നുള്ളതല്ലാതെ they have no idea. നമ്മളെ സംബന്ധിച്ച് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവർ ആയി. നിർമ്മലസൂനുവിനെയച്ചോനാം ആത്താതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാം ഉദരത്തിങ്കൽ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചിടാൻ. നിർമ്മലസോ നോവിനെയ
അപ്പൊ ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ നമ്മുടെ തായ്ലൻഡില് കഴിഞ്ഞ 2 വർഷം മുമ്പ് കുറെ പിള്ളേർ ഒരു ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു. ഒരു നിവൃത്തിയില്ലായിരുന്നു അവരെ രക്ഷിക്കാൻ. അവസാനം പുറത്തുനിന്ന് ഒരാളെ വിടുകയാണ് രക്ഷിക്കാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ദേഹത്തൊരു ലൈൻ കെട്ടിയിരിക്കുകയാണ്. ആ ലൈൻ കെട്ടിയിട്ട് പുറത്തു നിന്നുള്ള മെഷീനിൽ നിന്ന് ഇങ്ങനെ പോവാണ്. ഇയാൾ അവിടെ ചെന്ന് അവിടെയുള്ള ആ രക്ഷിക്കാനുള്ള ഒരു പയ്യനെ കണ്ട് അവന്റെ ദേഹത്തോട്ട് ഇത് കെട്ടിവെച്ചിട്ട് ഇത് ചെയ്യാണ്, ഇത് പുറകോട്ട് വലിച്ചോണ്ട് പോരും. അപ്പൊ രണ്ടല്ലേ, ഇത് എക്സാമ്പിൾ ആയിട്ട് മാത്രം കാണുക. അപ്പം ഒരാളിങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോവാണ്. അപ്പൊ അവന്റെ അരയിൽ ഒരു ബെൽറ്റ് കെട്ടി ഒരു റോപ്പ് കെട്ടി ആ റോപ്പ് മുകളിൽ മിഷനെ ഘടിപ്പിച്ചിരിക്കുകയാണ്. താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഈ റോപ്പ് ഈ ആളുടെ ദേഹത്ത് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോവാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു റോപ്പ് മുറിഞ്ഞാൽ ഈ രക്ഷ എങ്ങനെ ഇരിക്കും? റെസ്ക്യൂ മിഷൻ എവിടെ പോയിരിക്കും? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പിന്നെ പറഞ്ഞത് എക്സാമ്പിൾ ആണ്, ഇത് പെർഫെക്റ്റ് എക്സാമ്പിൾ അല്ല, ഇത് ഒരു വീക്ക് എക്സാമ്പിൾ ആണ്. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത്. അതുകൊണ്ട് എക്സാമ്പിളിനെ വിശകലനം ചെയ്ത് എക്സാമ്പിളിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് വരരുത്. ഇത് എക്സാമ്പിൾ ആയിട്ട് മാത്രം കാണുക. അപ്പൊ ഈ മുകളിൽ നിൽക്കുന്ന ആള് അയാളുടെ ശരീരത്തിൽ നിന്നുള്ള ബെൽറ്റിൽ നിന്നുള്ള ഒരു റോപ്പ് ആ ക്രെയിനിൽ കെട്ടിയിരിക്കുന്നു. അയാളെ താഴേക്ക് ഇറക്കി അയാൾ വന്നിട്ട് അയാളുടെ അരയിൽ നിന്നുള്ള ആ റോപ്പ് ഈ റെസ്ക്യൂ ചെയ്യപ്പെടേണ്ട വ്യക്തിയിൽ കെട്ടുന്നു. എന്നിട്ട് പുറകോട്ട് പോവാണ്. നിങ്ങൾക്ക് 2 ലൈൻ കാണാം. ഇതില് ക്രെയിനിലേക്കുള്ള ലൈനും ഉണ്ട്, ഈ ആളിലേക്കുള്ള ലൈനും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ ഈ പ്രോസസ്സിനിടയിൽ എപ്പോഴെങ്കിലും മുറിഞ്ഞാൽ ഈ റെസ്ക്യൂ മിഷൻ എന്തായിത്തീരും? ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. ഇത് ലൂസായിട്ടല്ല നിൽക്കുന്നത്. ഇതിന് ചെറിയൊരു ഇത് ലൂസാന്നാണ് കൽക്കിയോൻകാർ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പില്ല. അത് വേണമെങ്കിൽ ഇങ്ങനെ ഈ കിളുകിളിങ്ങിങ്ങനെ ഇളകി നിൽക്കുന്നു. അങ്ങനെയാണ് നിൽക്കുന്നത്. അതായത് ദൈവത്വം ഇങ്ങനെ നിൽക്കുന്നു, മനുഷ്യത്വം ഇങ്ങനെ നിൽക്കുന്നു. ദൈവത്വം ഇങ്ങനെയുണ്ട്, മനുഷ്യത്വം ഇങ്ങനെയുണ്ട്. കണ്ടോ? ഇങ്ങനെ നിൽക്കും. എപ്പം വേണേലും ഇത് കുഴപ്പമുണ്ടാകാം. കണ്ടോ? ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്വവും മനുഷ്യത്വവും ഇങ്ങനെ നിൽക്കുന്നു, ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു. ഒറ്റ നേച്ചർ. കണ്ടോ? മിയാഫൈസിറ്റിസം. ഇതാണ് കൂറിലോസ് തിരുമേനി പറഞ്ഞത്. അലക്സാണ്ട്രിയ അല്ലെ സിറിൽ, അഥവാ നമ്മുടെ ഭാഷയിൽ കുറിലോസ്, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരം സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ച ഉന്നത ഗോപുരമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മാർ കൂറിലോസ് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്നു. ഭേദമതെന്യേ മാനവനായി. നമ്മുടെ സേവറിയസ് പിതാവ് പറയുക, നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാധീശ. ഇതാണ് നമ്മൾ സത്യവിശ്വാസമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സത്യവിശ്വാസത്തിനെതിരായിട്ടാണ് ഏറ്റവും അധികം പോരാട്ടം ഉണ്ടായിട്ടുള്ളത്. ഇനി ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാൽ ഈ സത്യവിശ്വാസം ഹോൾഡ് ചെയ്യുന്ന ഒരു ചെറിയ സഭയാണ്. ആ സഭയാണ് ഏറ്റവും അധികം ഉപദ്രവിക്കപ്പെട്ടത്. ഈ മേനി പറയുന്നുണ്ടല്ലോ, രക്തസാക്ഷികൾ, ക്രിസ്തീയ രക്തസാക്ഷികൾ ഉണ്ടായി. ക്രിസ്തീയ രക്തസാക്ഷികൾ ആരായി? ക്രിസ്തീയ രക്തസാക്ഷികൾ കൊല്ലപ്പെട്ടത് മുഴുവൻ ഈ വിശ്വാസം ഹോൾഡ് ചെയ്തവരാണ്. ഈ വിശ്വാസം ഹോൾഡ് ചെയ്തതിനാണ്. അല്ലാത്തവരോട് പോരാട്ടമില്ല, അല്ലാത്തവർക്ക് പ്രശ്നമില്ല. സിംഹാസനങ്ങളിൽ നിന്ന് വലിച്ചിറക്കപ്പെട്ടു, വാസസ്ഥാനങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു, സ്വന്തം രാജ്യത്ത് നിന്ന് നാടുകടത്തപ്പെട്ടു. അലഞ്ഞ് തിരിയുന്നവരും ഉഴന്ന് വലയുന്നവരും വിശന്ന് തളരുന്നവരുമായ പിതാക്കന്മാർ മാറിയത് ഈ വിശ്വാസം ഹോൾഡ് ചെയ്തതിനാണ്. ഉപദ്രവിക്കപ്പെട്ടത് മറ്റാരിൽ നിന്നുമല്ല, ഇതര സഭകളിൽ നിന്നാണ്. മുസ്ലിങ്ങൾ ഉപദ്രവിച്ചത് പിന്നീടാണ്. ഇസ്ലാം ഉദയം ചെയ്യുന്നതിന് മുമ്പുള്ള ഹിസ്റ്ററിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്ലാം ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ മറ്റ് സഹോദര സഭകളെന്ന് ഇന്ന് മേനി പറയുന്ന ഈ പുണ്യവാന്മാർ
ഞങ്ങൾക്കും കന്യകാമറിയം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ പുണ്യവാളന്മാർ, ഇവർക്ക് എന്നാ കന്യകാമറിയം ഉണ്ടായത്? 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അവിടെ ഇവിടെയൊക്കെ എന്തോ പ്രത്യക്ഷത വന്നപ്പോഴാണ് കന്യകാമറിയം കൊള്ളാമല്ലോ എന്ന് ഇവർ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവശാസ്ത്രത്തിലും നെഞ്ചിലും ഏറ്റിവെച്ചിട്ട് ദൈവത്തിന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ച ഉന്നത ഗോപുരമായിരിക്കുന്ന മാർ കൂറിലോസിന്റെ ഉപദേശത്തെയും സുറിയാനിക്കാരുടെ കിരീടവും പുഷ്പങ്ങൾ കൊണ്ട് തന്നെ മേച്ചു സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായുത്തൂണും മൽപ്പാനുമായിരിക്കുന്ന നമ്മുടെ മാർത്തീർക്കീസ് മോർ സേവേറിയോസിന്റെയും അവനിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു, മറിയം സംശയം കൂടാതെ നിത്യ കന്യകയാണെന്ന് പ്രസംഗിച്ച മാർ അത്തനേഷ്യസിന്റെയും ഈ പിതാക്കന്മാരുടെ ഉപദേശത്തെ മുഴുവൻ വഞ്ചനയില്ലാതെ, ഭേദഗതികളില്ലാതെ, തിരുത്തലുകളില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ, മായം കലർത്താതെ ആ സത്യവിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്ന സഭ നമ്മുടെ സഭയാണ്. ഇതെവിടെയും പറയാം. അതുകൊണ്ടാണ് ഈ ധൈര്യത്തോടെ പറയുന്നത്. അപ്പൊ പിന്നെ അയ്യോ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സത്യമാണ്. ഇത് ദൈവശാസ്ത്രപരവും ചരിത്രപരവുമായ വസ്തുതയാണ്. അതുകൊണ്ടാണ് നമ്മൾ അന്തസ്സായിട്ട് പറയുന്നത്, നാം ദൈവസുതന്മാരാകാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യപേട്ടോ ഒന്നീച്ചേകുമവർക്കാശ്വാസം സ്വർഗീപുത്രൻ ദൈവം. നമ്മളിതിങ്ങനെ ഈ പറയുന്നതിന്റെ കാരണം അതാണ്. നിന്മാതാവു വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ മേഘസുതാ വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിതാ കാരുണ്യതാ മാത്യൻ മാതൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനാം വിമലത ശുചിയെന്നിവയുള്ള മഹിമാവിയലും ദൈവജനിത്രി കന്യകയാം മറിയാമീന്നും വേദവദന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലേ വർത്തൻ മൃതിയെ മെതിച്ച് നിഹനിച്ചോനെ അപ്പരിപാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനെഴും ൃക്കുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ഇതാണ് സത്യവിശ്വാസം. ഈ ഒരൊറ്റ മനീസോയിൽ നമ്മുടെ വിശ്വാസത്തെ കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. അപ്പൊ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി തീർന്നു. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞാൽ ഇങ്ങനെ ഈ ദൈവത്വം മനുഷ്യത്വം നിൽക്കുന്നത്. അപ്പൊ ഇതിൽ ഒരു സമയത്ത് ഈ മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കി വിട്ടിരിക്കുന്നതിന്റെ മുകളിലോട്ടുള്ള ആ കയർ പൊട്ടിപ്പോയി. ഇവൻ താഴോട്ട് പോകും. ഈ സാൽവേഷൻ അല്ല, ഈ റെസ്ക്യൂ മിഷൻ എങ്ങനെ ഇരിക്കും? ഇതാണ് ഇവര് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ ദൈവമായും ഇടയ്ക്കിടയ്ക്ക് അവൻ എന്ത് ചെയ്തു? അവൻ നരനായും ഒക്കെ വന്നു.
ചിലപ്പോൾ നരനായും മറ്റു ചിലപ്പോൾ നാരായണനായും വന്നു. അപ്പൊ നരനും നാരായണനുമായി മാറി മാറി വന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് അവന്റെ മനുഷ്യത്വത്തിലാണ് അവൻ കരഞ്ഞത്, അവന്റെ ദൈവത്വത്തിൽ അവൻ അപ്പം വർദ്ധിപ്പിച്ചു, അവന്റെ മനുഷ്യത്വത്തിൽ അവൻ ഉറങ്ങി, അവന്റെ ദൈവത്വത്തിൽ അവൻ വെള്ളത്തിന് മീതെ നടന്നു. ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ ഉണ്ടായി വന്നത് അങ്ങനെയാണ്. നമ്മുടെ വിശ്വാസം എന്താണ്? ദൈവജനിത്രി കന്യകയാം മറിയാമീന്നും ഭേദമതെന്യേ മാനവനായി. ചെയ്യണം കേട്ടാ. ഈ പാടുന്നതിന്റെ കാരണം, ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നതിന്റെ കാര്യം ഇവിടെയാണ് സത്യവിശ്വാസം ഉറയ്ക്കുന്നത്. സത്യവിശ്വാസം ഉറയ്ക്കുന്നിടത്ത് മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. മറിയം സംശയം കൂടാതെ ദൈവമാതാവായി വന്നെങ്കിൽ മാത്രമേ സത്യവിശ്വാസം ഉറയ്ക്കുന്നുള്ളൂ. ഇതാണ് ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക പരിശുദ്ധ വിശ്വാസം. ഇതാണ് യേശുക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലന്മാരായ യോഹന്നാനും അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും ഏറ്റുവാങ്ങിയ വിശ്വാസം. ഈ വിശ്വാസമാണ് അപ്പോസ്തലിക പിതാക്കന്മാർക്ക് ലഭിച്ചത്. ഈ വിശ്വാസമാണ് സഭാപിതാക്കന്മാർക്ക് ലഭിച്ചത്. ഈ വിശ്വാസം, ഇതാണ് സത്യവിശ്വാസം. അപ്പൊ ഇതാണ് സത്യവിശ്വാസം, ഇതാണ് സത്യസഭ. ബാക്കിയൊക്കെ ഫേക്കാണ്, വേരിയൻസസ് ആണ്. ഭേദഗതികളോടുകൂടെ, ഉപാധികളോടുകൂടെ ഒക്കെ അവര് കൂട്ടിച്ചേർക്കലുകളോടുകൂടെ, മാനുഷികമായിരിക്കുന്ന കൈകടത്തലുകളോടുകൂടെ, അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഗോത്രപരവും വംശീയവുമായ താല്പര്യങ്ങൾക്കും വേണ്ടി സത്യവിശ്വാസത്തെ വളച്ചൊടിച്ച, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യവിശ്വാസത്തെ ബലി കഴിച്ച കൂട്ടങ്ങളുണ്ട്. ഇവിടെ നോക്ക്, ഈ സത്യവിശ്വാസം ഹോൾഡ് ചെയ്തവരല്ലേ കൊല്ലപ്പെട്ടത്? ഇനി ഞാൻ പറഞ്ഞ ഹിസ്റ്ററി നിങ്ങൾ നോക്ക്. ഈ ഗ്രൂപ്പിൽ പെട്ടവരാണ് കൊല്ലപ്പെട്ടത് മുഴുവൻ. അവരെ ആരെല്ലാം കൊന്നു? പാഗൻ മതക്കാർ കൊന്നു, മുസ്ലിങ്ങൾ കൊന്നു, പൊളിറ്റിക്കലി രാജാക്കന്മാര് കൊന്നു, ഇതര ക്രിസ്തീയ വിഭാഗങ്ങൾ അവകാശപ്പെടുന്നവരും കൊന്നു. അവരിന്നും ബലഹീനരായും കൊല്ലപ്പെടുന്നവരായും 21-ാം നൂറ്റാണ്ടിലും ഞങ്ങൾ ദിനം പ്രതി ആടുകളെ പോലെ കൊല്ലപ്പെടും. പൗലുസ്ലീഹായുടെ ഭാഷയാണ്, ഞങ്ങൾ ദിനം പ്രതി ആടുകളെ പോലെ കൊല്ലപ്പെടുന്നു. വേറെ ഏതെങ്കിലും ഒരു സഭാവിഭാഗം അങ്ങനെ കൊല്ലപ്പെടുന്നുണ്ടോ? ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ? അടിച്ചോടിക്കപ്പെടുന്നുണ്ടോ? അധിക്ഷേപിക്കപ്പെടുന്നുണ്ടോ? അപമാനിക്കപ്പെടുന്നുണ്ടോ? പത്രോസ്ലീഹയുടെ സാക്ഷ്യം കേൾക്കണോ? പത്രോസ്ലീഹ പറയാണ്, ഞങ്ങളോ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും പാർക്കുന്നു. കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും. പത്രോസ്ലീഹ ഏത് ഗ്രൂപ്പിലാണ്?
പൗലോസ് ശ്ലീഹ ഏത് ഗ്രൂപ്പിലാണ്? ഈ രക്തസാക്ഷികൾ മുഴുവൻ. ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത് ഈ സത്യവിശ്വാസം നമുക്ക് ഉപദേശിച്ചു തന്ന പിതാക്കന്മാരെയാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഈ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത 10,000-കണക്കിനായി നിൽക്കുന്ന രക്തസാക്ഷികളെയാണ്, സഹദേന്മാരെയാണ്. മശിഹായെ കാൺമാൻ കാംക്ഷിച്ചോരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഉറപ്പ് വന്നത്? പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരിയായി തീർന്ന ഞങ്ങളുടെ കർത്താവ് യേശു മശിഹ തൃത്വത്തിൽ പിതാവിനോടും റൂഹായോടും ഒപ്പം സ്തുതിച്ചു വന്ദിക്കപ്പെടുന്നു. അവൻ ആ മഹത്വത്തെ നമുക്ക് പങ്കുവെച്ചു തരും. എന്തിനാണ് അവൻ മനുഷ്യനായി തീർന്നത്? ഷെയർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നിങ്ങൾ പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കും, ഊറ്റം കൊള്ളും. പെന്തക്കോസ്തുകാർ എടുത്തു കാണിക്കുന്ന ഒരു വാക്യമുണ്ട്, എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ലോ. എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ലോ. എന്നാൽ യേശു കർത്താവ് എന്തിനാ വന്നെന്ന് നിങ്ങൾക്കറിയാമോ? യേശു കർത്താവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഫാദർ, I share our glory with these people. തന്റെ പ്രിയപ്പെട്ട മാതാവിനും തന്റെ അപ്പോസ്തലന്മാർക്കും ആ മഹത്വത്തെ ഷെയർ ചെയ്യുന്നു എന്ന് വ്യക്തമായി പറയുകയാണ്. അപ്പോഴാണ് ഇവർ പഴയ നിയമത്തിൽ നിന്നെങ്ങാണ്ട് മോശിക ന്യായപ്രമാണത്തിന്റെ കീഴിൽ വസിച്ച ഒരു മനുഷ്യൻ പറഞ്ഞു, എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. ആ വാക്യം വെച്ചോണ്ടിരിക്കും. ഈ സഹദേന്മാർക്ക് മനസ്സിലായി, ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വതു നന്നേറ്റം. അപ്പൊ ഈ സഹദേന്മാർ എവിടെയാണ്? ഈ സത്യവിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തന്ന പിതാക്കന്മാർ മുഴുവൻ നിൽക്കുന്നു. ആ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച സഹദേന്മാർ നിൽക്കുന്നു. ഇത്ര ബ്ലസ്സഡ് ചർച്ച് വേറെ ഏതുണ്ട്? മറ്റാർക്കെങ്കിലും മേനി പറയാനുണ്ടോ? അവകാശപ്പെടാനുണ്ടോ? ഒരു ഗ്രൂപ്പും ഇല്ല. കൊല്ലപ്പെട്ടവരല്ലവർ, കൊന്നവരാണ്. കൊന്നതിന്റെ വീരസ്യമാണ്, കൊല്ലപ്പെട്ടവരല്ല. കുത്തുകൊണ്ടും സ്ഥിരവാസമില്ലാതെയും പാർക്കും. പത്രോസ് ലീഹായുടെ ഭാഷയാണ്. ഞങ്ങൾ ദിനം പ്രതി ആടുകളെ പോലെ കൊല്ലപ്പെടുന്നു. പൗലോസ് ലീഹായുടെ ഭാഷയാണ്. 21-ാം നൂറ്റാണ്ട് വന്നിട്ടും വിധിക്ക് വ്യത്യാസമില്ലാതെ ഇന്നും വലിച്ചഴക്കപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന, അധിക്ഷേപിക്കപ്പെടുന്ന ആ സഭ, അതാണ് യഥാർത്ഥ ക്രിസ്തീയ സഭ. ചെറിയ ആട്ടിൻകൂട്ടം, ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട. രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇന്നും ആ ചെറിയ ആട്ടിൻകൂട്ടമായിട്ട് നിൽക്കുന്ന സത്യവിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്ന സഭ. ഞാൻ മറ്റൊരു സഭാവിഭാഗത്തെ ആക്ഷേപിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ഒന്നും പറയുന്നല്ല. ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ വസ്തുത ഇവിടെ പറയുകയാണ്. വസ്തുത. പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന, ദൈവശാസ്ത്രപരമായി സ്ഥാനം കൊടുത്ത് ആദരിക്കുന്ന സഭാവിഭാഗം ഇത് മാത്രമേ ഉള്ളൂ. കാരണം മറ്റവർക്ക് ഇത് പറ്റത്തില്ല. കാരണം ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ രണ്ട് ആടിക്കൊണ്ടിരിക്കുക. ദൈവത്വമാണോ മനുഷ്യത്വമാണോ എവിടെയാണോ എപ്പോഴാണോ എങ്ങനെയാണോ എന്നറിയത്തില്ല. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ പറയുന്നു, അവൾ പ്രസവിച്ചത് ദൈവത്തെയാണ്. ദൈവ പ്രസവിത്രീ
കന്യകമറിയാമേ, നോയാർ മുഴുവനിലും സുഖപരിമളധൂപം. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ട്രൈസാഗിയോൺ ചൊല്ലുമല്ലോ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അവിടെ കൊണ്ട് തീർന്നു ഇല്ലേ? കൽക്കിയോൻകാരുടെ ട്രൈസാഗിയോൻ അവിടെ കൊണ്ട് തീർന്നു. അവിടം വരെ പറയാൻ പറ്റുന്നുള്ളൂ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഭയങ്കര രസമാ. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കൊള്ളാം, വെരി ഗുഡ് വെരി ഗുഡ്. അവിടെ കൊണ്ട് തീർന്നു. പിന്നെ വേറെ കാര്യം പറയുന്നേ, സത്യവിശ്വാസത്തിൽ നിൽക്കുന്നവൻ പറയും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു പറയുമ്പോ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് നിക്കോദിമോസും യോസഫും കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ആ ഭാഗം വരത്തില്ല, വരത്തില്ല മോനെ, വരത്തില്ല. കാരണം കുരിശിൽ കിടക്കുന്നത് ദൈവമാണെന്ന് ഇവന് വിശ്വാസമില്ല, സത്യവിശ്വാസമല്ല. നിങ്ങൾ തിരിച്ചറിയണം, ഈ പരിശുദ്ധ സുറിയാനി സഭ മാത്രമേ ഈ ഭൂമിയിൽ സത്യവിശ്വാസം ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഇതാണ് റൈറ്റ് ഡോക്ട്രിൻ, ഇതാണ് സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം. ബാക്കിയൊക്കെ വേഷം കെട്ടല, അഭിനയമാണ്. അതാണ് ദൈവം പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനാന്നേ, അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നീ എന്നീ കിടന്ന് നിലവിളിക്കുന്ന ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാ, നീ കരയണ്ട മോനെ, നീ കരയണ്ട, നീ നിർത്ത്. ദൈവം പരിശുദ്ധനാന്ന്. ഇവിടെ വിഷയം അതല്ല. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട ഈ കർത്താവ്, ഇവനാണ് ദൈവം. ഡു യു ബിലീവ് ഇറ്റ്? ക്യാൻ യു ബിലീവ് ഇറ്റ്? നോ, നെവർ. എന്റെ സത്യസഭ ഏതാന്ന് എന്നോട് ചോദിച്ചു, എന്റെ ഇൻബോക്സ് വന്ന് ചോദിച്ചതിനുള്ള മറുപടി പറയും, ഇതാണ് സത്യസഭ. പരിശുദ്ധ അമ്മ ആ സത്യസഭയെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് സഭ ഇങ്ങനെ പാടും. ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയും നിവയുള്ള മഹിമാവിയലും ദൈവജനിത്രി കന്യകയാം മറിയാമീനും ഭേദമകന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാമശിഹ നിജമൃതിയാലിവർദ്ധൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപ്പരിപാവനത്തിൽ ത്വൈക സ്വപിതാവോടൊപ്പം ജീവനെടും രുക്കുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. വേദമതന്യെ മാനവനായി. നിങ്ങള് സുറിയാനി സഭയിൽപ്പെട്ട ഓരോരുത്തരും അഭിമാനപൂർവം പറയാൻ തുടങ്ങണം, മറ്റാളുകള് സത്യവിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വരട്ടെ, ഈ സത്യവിശ്വാസത്തിന്റെ നറുതേൻ അവർ നുകരട്ടെ. അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ സത്യവിശ്വാസത്തിൽ അല്ല കേട്ടോ. സത്യവിശ്വാസം എന്താണെന്നറിയാമോ? ഈ കുരിശിൽ കിടക്കുന്നവൻ നമ്മുടെ ദൈവമാണെന്ന് ഏറ്റു പറയുന്നതാണ്. ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് ഏറ്റു പറയാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഈ ഭാഗ്യമാണ് പരിശുദ്ധ സുറിയാനി സഭ, അന്ത്യോക്യയിൽ നിന്നുള്ള ആ സുറിയാനി സഭ മലങ്കരയിലെ മക്കൾക്ക് കൊണ്ടുവന്ന് തന്നത്. എന്താണെന്നറിയാമോ? നമ്മുടെ കൗമാ പ്രാർത്ഥനകളിൽ നമ്മൾ ദിവസവും ഇത് കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കൗമ ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം?
കാരണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയും പാതാളവും നടുങ്ങി വിറയ്ക്കുകയാണ്. കാരണം അതാണ് സത്യവിശ്വാസത്തിന്റെ പ്രഖ്യാപനം. പാതാള ഗോപുരങ്ങൾ കിടുങ്ങി വിറയ്ക്കുന്ന പ്രാർത്ഥനയാണ്. ബാക്കിയൊക്കെ ഫേക്ക്, അതിനെ പേടിയില്ല, ആ ഒരു കാര്യമില്ല. മനസ്സിലായോ? ചേമ്പ് ഒഴുങ്ങിയ വെള്ളം പോലെ ഇങ്ങനെ കോരി കുടിക്കാന്നേ ഉള്ളൂ, ഒരു വിശേഷമില്ല. ഇത് സത്യവിശ്വാസമാണ്. ഈ കൗമായിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് സത്യവിശ്വാസത്തിന്റെ ആലാപ്പ്. എന്തോ ഒരു ഭയങ്കര വിശ്വാസമാണ്. ഇത് ഇതര സഭകൾക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സത്യം ഒന്നേ ഉള്ളൂ, സത്യസഭ ഒന്നേ ഉള്ളൂ. ഒരുപാട് സത്യങ്ങളും ഒരുപാട് സത്യസഭ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ കള്ളന്മാർ ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പറയാണ് ഒരുപാട് സഭയുണ്ട്, ഇതിന്റെ പൊന്നു ഇതിപ്പോ ഏതാ ശരിയെന്ന് ആർക്കറിയാം, നമുക്ക് ഇങ്ങനെ അങ്ങ് പോയേക്കാം. നോ 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 നോ, നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാം. നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാമല്ലോ ഇത് ഏതാ സഭ. നീ 21-ാം നൂറ്റാണ്ട് ഇത്രയും ബുദ്ധിയുള്ള ചൊവ്വായിലോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന മനുഷ്യന് ഈ സത്യവിശ്വാസം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും പോഷത്വമുണ്ടോ? അതിനുവേണ്ടി അവർ ഒരുപാട് ഓളജികൾ കൊണ്ടുവന്നു, തടിയൻ പുസ്തകങ്ങൾ കൊണ്ടുവന്നു, ഘടാഘടിയൻ ഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചു. ആണ്ട് വരുന്നു, ദേണ്ട് വരുന്നു, ആ തിയോളജി ഈ തിയോളജി ഒന്നുമില്ല. സത്യവിശ്വാസം എന്താ? സത്യവിശ്വാസം സിമ്പിളാണ്. ആ ബാലിക പ്രസവിച്ചത് ബലശാലിയായ ദൈവത്തെയാണ്. ആംഗ്യത്താൽ ആകാശഗോളത്തിനെ നിയന്ത്രിക്കുന്നവൻ, മണൽത്തരികളാൽ കടൽ തിരമാലകളുടെ ഗർവത്തെ അടക്കി നിർത്തുന്നവൻ, തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ വഹിക്കുന്നവൻ, അവനെ ബാലിക കൈകളിലേന്തി. സർവനീരുറവുകളിലേക്കും ജലത്തെ പ്രവഹിച്ചവനും 7 സമുദ്രത്തിൽ വെള്ളം നിറച്ചവനുമായ തമ്പുരാന് അവൾ മുലപ്പാൽ നൽകി. ഈറന്മാർ കാണുമ്പോൾ ചൂളിപ്പോകുന്ന തമ്പുരാൻ മരക്കുരിശിൽ തൂങ്ങി. സത്യവിശ്വാസമാണ്. ക്രിസ്തുമസിന്റെയും ദുഃഖവെള്ളി ആഴ്ചയുടെയും ആഘോഷത്തിലൂടെ സഭ സത്യവിശ്വാസത്തെ പ്രഘോഷിക്കുകയാണ്. എന്നോട് ബാക്കിയുള്ള ഒരു പിണങ്ങല്ല കേട്ടോ, ഞാൻ സത്യസഭ ഏതാന്ന് ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃദുരഹിതാകാരുണ്യത്താൽ മർത്യൻ മാർഗം വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാരാഗതനായി വിമലത ശുചിയൻ ജനിത്രി കന്യകയാ മറിയാമീന്നും ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോനാമസിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ച് നിഹനിച്ചോ സ്വപിതാവോടൊപ്പം ജീവനും സഹിതം വന്ദിതരെ പരികീർത്തിതരെ കൃപ ചെയ്യണം. ഇതാണ് സത്യവിശ്വാസം. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുറിയാനി സഭയിലെ ഓരോ അംഗങ്ങളും മഹാഭാഗ്യവതിയും നിത്യകന്യകയും ദൈവമാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ ആ ദൈവശാസ്ത്ര ബോധ്യമുള്ളവരായി തീരണം. ആ ബോധ്യത്തോടുകൂടെ, ആ ആർജവത്വത്തോടുകൂടെ, ആ അതിധൈര്യത്തോടുകൂടെ നമ്മൾ ഈ സത്യവിശ്വാസത്തെ പ്രഘോഷിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, പെന്തക്കോസ്താ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇതര ക്രൈസ്തവ സഭകളിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ അവരോട് ചോദിക്കണം, ഹൂ ഈസ് ക്രൈസ്റ്റ്? ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്? ആരാണ് യേശു ക്രിസ്തു? തലമുറകൾ ഇടറിപ്പോയ ആ ചോദ്യം
എങ്കലിടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. എങ്കലിടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. അത്താനാസ്യോസും ബെസേലിയോസും ഗീവറിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും അന്തിമോസും ഈവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നു എന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ച ഉന്നത ഗോപുരമായ കൊറിലോസും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായുന്തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് തന്നെ മേച്ചി സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച നമ്മുടെ പാത്രീസ് മോർ സെവേറിയോസ് അദ്ദേഹം പറയുകയാണ്, ഈ മനീസോ നിന്മാതാവ് വിശുദ്ധന്മാർ बसलू से मोदिले तो वत्कुलहून का दिशाक एरम मुरमक मुरमल को इही दोयो ब्रोमल से दाबोश मायो ने हाउदी सबखियो ने लोमो यूसो काबल वेसो ताइबू से खिलफाए फुरको नदकूले गेंसो दबनई नोशो वंशाबहतो सुलतो की सोयल्दा सालो हो मरियम लो शुबलोफो हो बरनोशो वेस्लेबलो फाइंशी हो आलो हो दीलान दब मौतला मौता दोशेब खतले बीसाव हदुमन क्लिसोयो सोखा दिशतो Shavio vis mest ged mestaba amma boyruhe hayo kadisho husal kulan. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും സമാധാനവും തൃത്വത്തിന്റെ വാസവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വലിയ നന്മയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയത്തിന്റെയും എല്ലാ സഹോദരന്മാരുടെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.